ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കറങ്ങുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രകാശ് കാരാട്ടിൻ്റെ ഭാര്യയുമായിട്ടുള്ള ബൃന്ദ കാരാട്ട് അവിടെ ജയിൽ സന്ദർശിക്കാൻ പോയിരുന്നു. ഇന്നലെ ബൃന്ദ കാരാട്ടും എ എ റഹീമും ജോസ് കെ മാണിയും അടക്കമുള്ള ഒരു ചെറിയ സംഘം, LDFൻ്റെ സംഘം അവിടെ പോയെങ്കിലും അവർക്ക് കാണാൻ പറ്റിയില്ല. യാനി രാജ്യം ഉണ്ടായിരുന്നു. 3 മണിക്കാണ് അവർ കന്യാസ്ത്രീകളെ കാണാൻ തീരുമാനിച്ചത്. അങ്ങനെ മെയിൽ അയച്ചിരുന്നു. 3 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അവർ 4:30 ആയിപ്പോയി. അതുകൊണ്ട് ജയിൽ സമയം കഴിഞ്ഞതുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇന്നലെ വലിയ വാക്ക് തർക്കമൊക്കെ നടന്നു. അവർ ഇന്നലെ കണ്ടില്ല. അതേസമയം UDFൻ്റെ ആളുകൾ, NK പ്രേമചന്ദ്രനും ബെന്നി ബെഹനാനും അടക്കമുള്ള ആളുകൾ ഇതുപോലെ അവർ മെയിലൊക്കെ അയച്ച് അവിടെ ചെന്നു. അവർ പക്ഷേ സമയത്തെത്തി. 12 മണി എന്ന് പറഞ്ഞാൽ 12 മണിക്ക് മുമ്പ് എത്തി. അപ്പോഴും ചില സമ്മർദ്ദങ്ങളുണ്ട്, കാണാൻ സമ്മതിക്കാത്ത ചില പ്രശ്നങ്ങളുണ്ടായി. അവസാനം അവർ കണ്ടു. അപ്പോൾ UDFകാരെ ഇന്നലെ കണ്ടു, LDFകാർ കണ്ടില്ല എന്നുള്ളൊരു വിവേചനമുണ്ടെന്ന് പറഞ്ഞ് വലിയ വാർത്തയായി. അതവിടെ നിൽക്കട്ടെ. ഇന്ന് LDFകാർ കണ്ടു. കണ്ടതിന് ശേഷം ബൃന്ദ കാരാട്ട് പുറത്ത് വന്ന് വലിയ ഡയലോഗ് അടിക്കുകയാണ്. ഈ ഒറ്റ കാരണം കൊണ്ടാണ് ഇവരെ ഈ ജയിലിൽ ആരെങ്കിലും കിടക്കുമ്പോൾ പ്രധാന രാഷ്ട്രീയ നേതാക്കളെ അനുവദിക്കാത്തത്. അവർ വെളിയിൽ വന്ന് പത്രസമ്മേളനം പോലെ പറയുകയാണ്, ബൈറ്റ് കൊടുക്കണം. എന്താ കൊടുക്കുന്നത്? വളരെ സീരിയസ് ആയ ഹെൽത്ത് പ്രശ്നമുണ്ട് ആർക്ക്? ജയിലിൽ കിടക്കുന്നവർക്ക്. ഒരു മിനിമം നോളജ്, മിനിമം വിവരം ഈ അറസ്റ്റ് ചെയ്യുന്നവരെ കുറിച്ചുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്താൽ ഉടനെ അവരെ എന്താ ചെയ്യുന്നത്? കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കും മുമ്പേ അവരെ എന്താ ചെയ്യുന്നത്? അവരുടെ BP, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ മെഡിക്കൽ പരിശോധന നടത്തും. ആ മെഡിക്കൽ റിപ്പോർട്ടോടും കൂടിയാണ് കോടതിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ 2 പേരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കോടതി ചെല്ലുമ്പോൾ അവിടുത്തെ ജഡ്ജി ആരായത്? ഇപ്പോൾ മുൻസിഫ് കോടതിയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ മുൻസിഫ് കോടതിയിലെ ജഡ്ജി ചോദിക്കും, ഇവർക്ക് സീരിയസ് ആയ അസുഖമുണ്ടോ? അങ്ങനെ അസുഖമുണ്ടെങ്കിൽ അവരെ ഹോസ്പിറ്റലിലേക്കായിരിക്കും വിടുന്നത്, ജയിലിലേക്കായിരിക്കില്ല. അങ്ങനെ നമ്മുടെ PC ജോർജിനെ ആശുപത്രിയിലേക്ക് വിട്ട് ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ജാമ്യം കിട്ടിയ കഥ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളിന് സീരിയസ് ആയ അസുഖം വന്നാൽ കാരണം ഞാൻ പുറത്ത് നിൽക്കുന്ന കന്യാസ്ത്രീകൾ, പുറത്ത് നിൽക്കുന്നവരെക്കാൾ അല്ല ആരായാലും പുറത്ത് നിൽക്കുന്നവരെക്കാൾ സുരക്ഷിതമായിട്ടാണ് ജയിലിനകത്ത് നോക്കുന്നത്. കാര്യം ഇത് മരിച്ചു പോയാൽ പിന്നെ അവർ ഉത്തരം പറയണമല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയി വന്നു പോയാൽ പിന്നെ ജയിലധികൃതർ ഉത്തരം പറയണം. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ സീരിയസ് ആയിട്ട് നോക്കും. പിന്നെ സഹതടവുകാർ തല്ലുക, അങ്ങനെ അത് തീർച്ചയായിട്ടും കന്യാസ്ത്രീമാരുടെ കാര്യത്തിൽ അതൊന്നും ഉണ്ടാവും യാതൊരു സാധ്യതയില്ല. അതേ വസ്ത്രത്തിൽ തന്നെയാണ് അവർക്ക് അവിടെ സംവിധാനം ഒരുക്കി. മാത്രമല്ല പുറത്തുനിന്ന് അവർക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചിലപ്പോൾ അനുവദിച്ചിരിക്കും. അങ്ങനെ ഒരു ജയിലൊന്നും അല്ല ഇന്ത്യയിൽ ഒരു ജയിലും. പക്ഷേ ഞാൻ പറഞ്ഞത്, അവരെ അകത്ത് കയറിയിട്ട് അവർക്ക് മെഡിക്കൽ റിപ്പോർട്ടോട് കൂടിയായിരിക്കും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷം, അവിടെ ചെന്നതിന് ശേഷം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് മെഡിസിൻ കൊടുക്കും. ജയിലിൽ തന്നെ ഡോക്ടർമാരുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ പല ഹോസ്പിറ്റലുകളിലും ഇതുപോലെ പ്രിസണിൽ നിന്ന് കൊണ്ടുപോകുന്ന, ജാമ്യം കിട്ടാതെയൊക്കെ കൊണ്ടുപോകുന്ന ആളുകളെ ചികിത്സിക്കാൻ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറി കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ട് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞ മറ്റൊരർത്ഥത്തിലല്ല, ഒരു നേതാവും ചെയ്യാൻ പാടില്ല. ഇന്നലെ മറ്റ് UDF നേതാക്കൾ ഇതിപ്പോൾ തിരിച്ച് വേറെ ആരെങ്കിലുമാണ് കിടക്കുന്നതെങ്കിൽ BJP നേതാക്കൾ പോയാൽ അവരും ചെയ്യുമോ എന്നുള്ളത്. ഏത് പാർട്ടിയായാലും, ഇപ്പോൾ BJP ചെയ്താലും CPM ചെയ്താലും, ഞാൻ ഒരു പാർട്ടിയെ പറയാല്ല, UDF ചെയ്താലും LDF ചെയ്താലും ആരായാലും, നമ്മളൊരാളിനെ ജയിലിൽ പോയി കാണാൻ പോയാൽ അവർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഇത് പരിശോധിക്കും. 2 തരത്തിലുള്ള പരിശോധനയുണ്ട്. ഒന്ന്, ഒരു മെഡിക്കൽ പരിശോധന നടത്തിയിട്ടാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത്. ഇനി കോടതിയിൽ നമുക്ക് വാദിക്കാം, നമ്മുടെ വക്കീലിന്, പ്രതിയുടെ വക്കീലിന് വാദിക്കാം, പ്രതിയെന്ന് ആരോഗ്യപ്പെടുന്ന വക്കീലിന് വാദിക്കാം, വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്, ജയിലിലേക്ക് വിടരുത്. ഇനി അങ്ങനെയാണെങ്കിൽ കോടതി അതിനും കൂടി ഒരു ഉത്തരവ് ഇറക്കും. ഇത് ഇവർക്ക് ഇന്ന ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കാർഡൊക്കെ കാണിച്ചാൽ മതി, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ കൂടി വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സീരിയസ് ആയ അസുഖങ്ങളുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അവരെ ജയിലിൽ വിടുന്നില്ല. അങ്ങനെ ജാമ്യം കിട്ടിയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്ര സീരിയസ് അസുഖങ്ങളില്ല. പിന്നെ അവിടെ പോയതിന് ശേഷം എന്തെങ്കിലും പിന്നെ പെട്ടെന്ന് BP കൂടുകയോ ഷുഗർ ലെവൽ മാറുകയോ കുറയുകയോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാം. കാരണം അവർ ജയിലിലൊന്നും കിടന്നിട്ടുള്ളവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവർ പേടിച്ചു പോകാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയും ചികിത്സാ സംവിധാനമുണ്ട്. അവരെ പുറത്ത് കൊണ്ടുപോയി ചികിത്സിക്കും. ഈ കോൺഗ്രസ്സുകാരും LDFകാരും UDFകാരും സകലവരും BJPക്കാരും ആരായാലും എത്രയും പെട്ടെന്ന് ഈ കോടതി നടപടികൾ ആരംഭിച്ച് പോയാൽ കോടതികളിലേക്ക് ആവശ്യമായ ഡോക്യുമെൻ്റ്, ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 200 കിലോമീറ്റർ അപ്പുറത്താണ് ഇവരെ വീട്, അവർ താമസിക്കുന്നത് കാട്ടിനകത്താണ്. അവിടെ പോയി ഡോക്യുമെൻ്റ് കൊണ്ടുവരണം, ആളെ കൊണ്ടുവരണം. ഇതൊക്കെ വലിയ ചടങ്ങാണ്. അപ്പോൾ ഇത് ആര് ചെയ്യുമെന്നുള്ളതൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ജയിലിൻ്റെ മുന്നിൽ പോയി കിടന്ന് ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് പുറത്തിറങ്ങി ബൈറ്റ് കൊടുത്ത് ആളുകളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി മതവൈര്യം ഉണ്ടാക്കാതെ അകത്ത് കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ഇറക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. എന്തായാലും ഈ ചെയ്തു കൂട്ടുന്നത് വളരെ തോന്നിയവാസമാണ്. എന്ത് ചെയ്യാം? നമ്മുടെ സംവിധാനത്തിൽ ജാതിയെയും മതത്തെയും വർഗത്തെയും വർണ്ണത്തെയും എല്ലാം വളരെ കൃത്യമായി രാഷ്ട്രീയത്തിലേക്ക് ക്ലബ്ബ് ചെയ്ത് കൂട്ടി എടുക്കുന്നതിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വലിയ വൈദഗ്ധ്യമാണുള്ളത്. അതവർ അനുസ്യൂതം
അനവരതം തുടരുകയാണ് എന്നുള്ളത് വലിയ ഒരു ശാപമാണ് നമ്മുടെ സമൂഹത്തിന്.